മറ്റു വേദിയിലിരിക്കുന്ന ദിലീപ് സാർ അടക്കമുള്ള നേതാക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥികളായ ദേവയാനി, പ്രിയ, സഹോദരനാട്ട് സുഹൃത്തുക്കൾ, ഏറെ സന്തോഷമുണ്ട് ഈ കുഴിക്കാട്ടുമുലയിലെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് ഒത്തുചേരാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ നമ്മൾ തൃക്കാക്കരയിൽ UDF-ന്റെ യുഗമാണ്. എല്ലായിടത്തും ഓഫീസുകൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDF-ന്റെ ഒരു യുഗമായിട്ട് തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന 13-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ നേരത്ത് നമ്മുടെ അടുത്ത ഇൻഫോ പാർക്കിലും കുഴിക്കാട്ടുമുലയിലും UDF-ന്റെ 2 സാരഥികൾ വിജയിച്ച് വരട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒരു UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു മുട്ടുമടക്കി വോട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇന്ന് നിലവില്ല. ഏറ്റവും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഭരിച്ച നമ്മുടെ UDF-ന്റെ ഭരണസമിതി തീർത്തും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിൻ്റെ തന്നെ ഒരു വികസന രൂപരേഖ തന്നെ തയ്യാറാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു വികസന രേഖ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശനി ഞായറായിട്ട് പോകാൻ നേരത്ത്, വീടുകളിൽ ചെല്ലാൻ നേരത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് UDF ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വികസന രേഖയാണ് നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിലെല്ലാം തന്നെ പറയുന്നുണ്ട്, വികസനങ്ങൾ ഒട്ടനവധി എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയും, വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും അതായത് മറ്റ് റോഡ് വികസനത്തിലായാലും ഒട്ടനവധി വികസനങ്ങളാണ് നമ്മൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. ഏതായാലും 39 അംഗൻവാടികളാണ് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമ്മുടെ ഈ ഡിവിഷനിലും പ്രാന്തപ്രദേശങ്ങളിലും തൃക്കാക്കരയുടെ പല മേഖലയിലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ അത് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ദിലീപ് സാറ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ 2 പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് UDF-ന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി ആക്ട് ചെയ്തുകൊണ്ട് ദേവയാനിയെയും പ്രിയയെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർത്തുകൊണ്ട് ഈ വൈകിവേളയിൽ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. അധ്യക്ഷൻ പ്രിയങ്കരനായ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ദിലീപ് കുമാർ സർ, പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രഭുകുമാർ, ശ്രീ ഹബീബ്, കാസി ഉൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരായിട്ടുള്ള ദേവയാനി, പ്രിയ, ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ദിലീപ് സാറും ഹബീബും പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ. എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ കിട്ടിയ അവസരം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് ഓർക്കുന്നത്. കാരണം ദേവയാനി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി ആയി വരുമ്പോഴും, അതുപോലെ തന്നെ പ്രിയ തൊട്ടടുത്ത വാർഡിലും സ്ഥാനാർത്ഥികളായി വരുമ്പോഴും നമുക്കറിയാം UDF-ന്റെ വികസന തുടർച്ച കഴിഞ്ഞ 5 വർഷക്കാലം ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ദേവയാനിയും അതുപോലെ തന്നെ പ്രിയയും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയാൽ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം UDF മുനിസിപ്പൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വിമർശനാത്മകമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അക്കമിട്ട് നിർത്തുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള വികസന പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അത് സ്ഥാനാർത്ഥികളുടെ സ്ക്വാഡിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മുഖാമുഖം സംസാരിക്കുമ്പോഴാണെങ്കിലും അത്തരം കാര്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷം എനിക്ക് കിട്ടിയ അവസരം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇടപെടുന്നതിന് സാധിച്ചിട്ടുണ്ട്. നമ്മളറിയേണ്ട ഒരു കാര്യം, തൃക്കാക്കര നഗരസഭയിലെ വിദ്യാലയങ്ങൾ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്, 3 സ്കൂളുകൾ. ഈ 3 സ്കൂളുകളിലും ഇതര മാനേജ്മെന്റ് സ്കൂളുകളെക്കാൾ നന്നായി ക്ലാസ് എടുക്കുന്നതിനുള്ള സൗകര്യം നമ്മുടെ ഉണ്ട്. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പ്രോജക്ടർ വെച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്ട്, അതായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് AI സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ ടച്ച് സ്ക്രീൻ വെച്ച് അധ്യാപകർക്ക് ക്വാളിറ്റി ക്ലാസ് എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിൻ്റെ ക്ലാസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമുക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ദീർഘമായിട്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ആളുകളെ കാണുന്നതിനും ആ സമയം സ്ഥാനാർത്ഥികൾ ഇനി അധികം സമയം ഇങ്ങനെ വെറുതെ
നിർത്തിയിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാനും 3 പ്രാവശ്യം സ്ഥാനാർത്ഥിയായ ആളെന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥികൾക്ക് ഇനി വിശ്രമിക്കാനുള്ള സമയമില്ല. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, കൂടെയുള്ള നമുക്ക് ഓരോ വോട്ടും കൃത്യമായി നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ഇവിടെ ശ്രീ കാസിയുടെ എല്ലാം നേതൃത്വത്തിൽ 100% ദേവയാനിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അതിനൊരു തെളിവാണ്. യഥാർത്ഥത്തിൽ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഒരു പേര് നിർദ്ദേശിക്കപ്പെടുകയും ആ സ്ഥാനാർത്ഥിയെ നമ്മളിവിടെ വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രിയയുടെ ഒറ്റപ്പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഘട്ടമായിട്ട് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. മറ്റു പല സ്ഥലങ്ങളിലും എണ്ണം കൂടുതലുണ്ടായിരുന്നു. അതിൽ നിന്ന് തെരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ വിജയം 13-ാം തീയതി വളരെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിച്ചേർന്ന് നമുക്ക് നടത്തുവാൻ ഇവിടുന്ന് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.